നമ്മൾ ജസ്റ്റ് ഒരു ടെട്രാഹീഡ്രൽ കാർബൺ പറഞ്ഞ അസിമെട്രിക് കാർബൺ വരെ എത്തി അതിനിടയ്ക്ക് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല പറഞ്ഞിരുന്നു. അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരെ എത്തിയിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതിന് മുൻപ്, നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ പറയുന്ന അസിമെട്രിക് കാർബൺ അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കുറച്ച് ടേംസ് നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൈറാലിറ്റി എന്ന് പറഞ്ഞ ടേം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് എന്താണെന്നുള്ള കാര്യം ഞാൻ ഡെഫിനേഷനിലും പറഞ്ഞിരുന്നു. ടു ഒബ്ജക്ട്സ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അതായത് രണ്ട് കൈറാൽ ഒബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ കൈറാൽ ഒബ്ജക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പേര് ഓർത്ത് വെക്കുക. കൈറാൽ ഒബ്ജക്ട്സ് മീൻസ് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. അതേപോലെ തന്നെ ഞാൻ പിന്നെ വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുലയെ പറ്റി പറഞ്ഞിരുന്നു. വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുലയിൽ ഇപ്പോൾ ഇതൊരു നമ്മുടെ ലാക്റ്റിക് ആസിഡ് മോളിക്യൂളാണ്. ഈ മോളിക്യൂളിൻ്റെ കേസിൽ വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല എന്ന് പറയുമ്പം ഇതാണ് വെഡ്ജ്, ഇതാണ് ഡാഷ്. COH ബോണ്ട് വെഡ്ജ് ബോണ്ടാണ്, CH ബോണ്ട് എന്ന് വെച്ചാൽ ഡാഷ് ബോണ്ടാണ്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന മോളിക്യൂൾ നമ്മൾ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ കാർബണും CO2H എന്ന് പറഞ്ഞ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും പിന്നെ മുകളിൽ കാണുന്ന CH3 ഗ്രൂപ്പും ഇറ്റ് വിൽ ബി ലൈങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. Whereas OH group will be projecting upward from the paper and H group will be projecting downwards. കാരണം ഈ വെഡ്ജ് ബോണ്ട് എന്തായിരിക്കും, പേപ്പറിൻ്റെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന പോലെയും ഡാഷ്ഡ് ബോണ്ട് പേപ്പറിൻ്റെ താഴേക്ക് പോകുന്ന പോലെയാണ് വരിക. അതായിരുന്നു നമ്മുടെ വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല. ദെൻ അസിമെട്രിക് കാർബൺ. ഈ അസിമെട്രിക് കാർബൺ എന്താണെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. A carbon atom that is bound to 4 different groups is termed as an asymmetric carbon. ഇപ്പോൾ ഈ പറയുന്ന ലാക്റ്റിക് ആസിഡിലെ ഈ കാർബൺ എന്ന് വെച്ചാൽ അസിമെട്രിക് കാർബൺ ആണ്. കാരണം എന്താ, ഇത് 4 വ്യത്യസ്ത ഗ്രൂപ്പുമായിട്ടാണ് ബോണ്ടഡ് ആയിരിക്കുന്നത്. ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഒരു CH3 ഗ്രൂപ്പും ഒരു OHും ഒരു Hഉം. ഓക്കെ, ദെൻ അതാണ് നമ്മുടെ അസിമെട്രിക് കാർബൺ. അപ്പോൾ അസിമെട്രിക് കാർബൺ മീൻസ് നമ്മളിതിനെ അസിമെട്രിക് കാർബൺ എന്നും പറയാറുണ്ട്, കൈറാൽ കാർബൺ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആവരുത്. കൈറാലിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഓഫ് മിറർ ഇമേജസ്. വേറാസ് കൈറാൽ കാർബൺ ഓർ അസിമെട്രിക് കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, എ കാർബൺ ആറ്റം ദാറ്റ് ഈസ് ബോണ്ടഡ് ടു 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൈറാലിറ്റിയുടെ കണ്ടീഷനായിട്ട് അസിമെട്രിക് കാർബൺ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അസിമെട്രിക് കാർബൺ ആറ്റംസ് ആൻഡ് മോളിക്കുലർ കൈറാലിറ്റിയെ പറ്റി നമ്മൾ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തിരുന്നത്. അതായത് നമ്മൾ പറഞ്ഞതാണ് ഈ കൈറാൽ കാർബൺ ഉണ്ടെന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മോളിക്യൂള് നമ്മുടെ ഇതാണോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ എന്ന് നമുക്ക്, അല്ലെങ്കിൽ മോളിക്യൂൾ കൈറാലാണോ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് മോളിക്യൂൾ കൈറാലാകുക എന്ന് വെച്ചാൽ എന്താ, ദ മോളിക്യൂൾ ആൻഡ് ദിസ് മിറർ ഇമേജ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾ കൈറാലാകുക എന്ന് പറയുമ്പം. അപ്പോൾ ഈ മോളിക്യൂൾ കൈറാലാകുമ്പോൾ അതിനകത്ത് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ ഈ പറയുന്ന കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ മോളിക്യൂൾ ഈ പറയുന്ന പോലെ കൈറാലാകാം, ആകാതിരിക്കാം. അതിന് വേറെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് റീസൺസ് ഉണ്ട്. അത് നമ്മൾ പുറകെ പോകുന്ന സമയത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഡൗട്ട് എവിടെ നിന്ന് തോന്നുന്നു വെച്ചാൽ അന്നേരം ചോദിച്ചോ കേട്ടോ. ലാസ്റ്റിലേക്ക് കൂട്ടി വെക്കേണ്ട. ഡൗട്ട് എപ്പോഴാണ് ഞാൻ പറയുന്ന പോർഷൻ ചോദിച്ചോ. ഞാൻ മുമ്പോട്ട് പറഞ്ഞു പോവുകയാണെങ്കിലും അത് വെച്ച് നിങ്ങൾ ഡൗട്ട് ചോദിക്കാതിരിക്കണ്ട. കാരണം നമുക്ക് എന്തായാലും 2-3 സെക്കൻഡ് ലാഗ് വരും. ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞ് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിട്ടുണ്ടാകും. അത് കുഴപ്പമില്ല. എവിടുന്നാണോ ഡൗട്ട് നിങ്ങൾ അവിടുന്ന് ചോദിച്ചോ. നമുക്കിനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഈ സാധാരണ നമ്മൾ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഓർഡിനറി ലൈറ്റ്. Ordinary light consists of many rays of different wavelength vibrating in all directions perpendicular to the path of propagation. അതായത് നമ്മുടെ സാധാരണ ലൈറ്റിൻ്റെ ഒരു പ്രൊപ്പഗേഷനെ പറ്റി പറയുന്നതാണ്. അതായത് സാധാരണ ലൈറ്റിന്, ഓർഡിനറി ലൈറ്റിന് എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻസ് ഉണ്ടാവും. ഓൺ ദ അതർ ഹാൻഡ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് consists of rays of only one particular wavelength but still vibrating in all planes. അപ്പോൾ നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റിന് പലയിടത്തും കേട്ടിട്ടുണ്ടാകും. ഓർഡിനറി ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ലൈറ്റ്, അതിന് എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻസ് ഉണ്ടാവും എന്ന് മാത്രമല്ല അതിനകത്ത് ഒരുപാട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് കാണും. ഇപ്പോൾ നമ്മൾ കാണുന്ന സാധാരണ സൺലൈറ്റ് വെച്ചാൽ എന്താ, വിബ്ജിയോർ എന്ന് പറയുന്ന 7 വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഓർഡിനറി ലൈറ്റ്.
ആ സ്ഥാനത്ത് നമ്മൾ ഈ പറഞ്ഞ സൺലൈറ്റിനകത്തെ ബ്ലൂ ലൈറ്റിനെ മാത്രമായിട്ട് എടുക്കാന്ന് വെച്ചോ. നമ്മൾ അതിനെ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയും. കാരണം അതിനൊരു ഗിവൺ വേവ് ലെങ്തേ കാണുള്ളൂ. ഈ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ പ്രത്യേകത അതൊരു ഗിവൺ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും എന്തായിരിക്കും, അതിന് എല്ലാ പ്ലെയിനിലും വൈബ്രേഷൻസ് ഉണ്ടാകും. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ലൈറ്റ് ഹൂസ് വൈബ്രേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ പ്ലെയിൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഈ ഫിഗറിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കുക. ഇവിടെ നമ്മളൊരു ലൈറ്റ് ബീം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു റെഡ് ആയിട്ടുള്ള ഒരു വേവ് ഫോമും പോകുന്നുണ്ട്, ബ്ലൂ ആയിട്ടുള്ള വേവ് ഫോമും പോകുന്നുണ്ട്. റെഡ് ആയിട്ടുള്ള ഫോം ഇങ്ങനെ പോകുമ്പോൾ ബ്ലൂ ആയിട്ടുള്ള വേവ് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇപ്പം നിങ്ങളിവിടെ നോക്കിയേ, ഈ ലൈറ്റിന് ഈ ഒരു ഡയറക്ഷനിലും അതേപോലെ ഈ ഒരു ഡയറക്ഷനിലും, ഈ റെഡിൻ്റെ ഡയറക്ഷനിലും ബ്ലൂവിൻ്റെ ഡയറക്ഷനിലും എല്ലാം വൈബ്രേഷൻസ് ഉണ്ട്. നമ്മൾ നടുക്കൊരു പോളറൈസർ വെച്ചു. ദെൻ പോളറൈസറിൽ കൂടെ കടന്നു വരുന്ന സമയത്ത് ആരാ വരുന്നത്? ഈ ഒരു ഡയറക്ഷനുള്ള ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ കാണുന്ന നടുക്ക് കാണുന്ന വലിയ വരയുണ്ടല്ലേ, നീണ്ട വര, ഈ ആരോ മാർക്കുള്ള വര, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അതായത് അൺപോളറൈസ്ഡ് ലൈറ്റിന് ഇറ്റ് വിൽ ഹാവ് വൈബ്രേഷൻസ് ഇൻ ഓൾ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ പ്ലെയിനുകളിലും, അതായത് ഈ രണ്ട് പ്ലെയിനുകളിലും അൺപോളറൈസ്ഡ് ലൈറ്റിന് എന്തുണ്ടാവും? വൈബ്രേഷൻസ് ഉണ്ടാവും. ആ സ്ഥാനത്ത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് എന്തേ ഉണ്ടാവുള്ളൂ? ഈ പറയുന്ന പ്രൊപ്പഗേഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ലൈറ്റ് ഹൂസ് വൈബ്രേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ സിംഗിൾ പ്ലെയിൻ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പഠിക്കുമ്പം എനാൻഷോമറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പറയുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എ പോളറൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ പോളറൈസർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ടു പോളറൈസ്ഡ് ലൈറ്റ്. പോളറൈസർ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, അതെന്താ അവിടെ. Then the substance which are able to rotate plane polarized light are termed as optically active substance and the phenomenon is called optical activity. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഞാൻ ഈ ബോൾഡിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ബൈ വിച്ച് എ ഗിവൺ മോളിക്യൂൾ ഓർ സബ്സ്റ്റൻസ് റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഡെഫിനേഷൻ കൊടുത്താലും മതി, ഈ ഒരു പാരഗ്രാഫ് എഴുതിയാലും മതി. ഈ ഒരു പാരഗ്രാഫ് എഴുതിയാലും മതി. ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഏബിൾ ടു റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആർ ടേംഡ് ആസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അത്ര എഴുതിയാലും മതി നിങ്ങൾ. അത് തന്നെ അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ഡെഫിനേഷനാണ്. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ എക്സ്റ്റെന്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കോൾഡ് പൊളാരിമീറ്റർ. നമുക്ക് ലാബിൽ കൊണ്ടുവരണം പൊളാരിമീറ്റർ. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ എക്സ്റ്റെന്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് എ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കോൾഡ് പൊളാരിമീറ്റർ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു ഗിവൺ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫിനോമിനയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ എക്സ്റ്റെന്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കോൾഡ് എ പൊളാരിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ടത്. Then a polarimeter consists of source of monochromatic radiation, two polarizing prisms, one designated as polarizer and the other as analyzer and the sample tube. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഒരു 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 ജസ്റ്റ് ഒരു നമ്മളൊരു പൊളാരിമീറ്ററിൻ്റെ ഒരു വർക്കിങ്ങിനെ പറ്റി പറയുന്നതാണ്. നമുക്ക് ഈ പൊളാരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്നറിയാം. ഈ പറയുന്ന പൊളാരിമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പൊളാരിമീറ്ററിനകത്ത് നമുക്ക് വരുന്ന വർക്കിംഗ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചതാണ്, ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് വേണം. ആദ്യത്തെ കാര്യം, ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ്റെ സോഴ്സ് വേണം. ദെൻ ടു പോളറൈസിങ് പ്രിസംസ്, വൺ ഡെസിഗ്നേറ്റഡ് ആസ് പോളറൈസർ ആൻഡ് ദ അതർ ആസ് അനലൈസർ ആൻഡ് ദ സാമ്പിൾ ട്യൂബ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഫിഗർ അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ഫിഗർ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ക്ലാസ്സിലായിട്ട് എടുക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി.
നമുക്കിനിയിപ്പം ഇതിൻ്റെ ഈ പറയുന്ന പൊളാരിമീറ്ററിൻ്റെ ഫംഗ്ഷനിങ്ങിലേക്ക് പോവാതെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റി ഒരു മെയിൻ കാര്യം പറയാനുണ്ട്. ഇവിടെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി എന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി. ഡെക്സ്ട്രോ റൊട്ടേറ്ററി മീൻസ് നമ്മുടെ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ മോളിക്യൂൾ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. ആ സ്ഥാനത്ത് നമ്മുടെ മോളിക്യൂൾ ലെഫ്റ്റിലേക്കാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് വരുമ്പം ഡെക്സ്ട്രോയും ലീവോയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ. അന്നേരത്തേക്ക് നോക്കിയാലും മതി. ഇവിടെ ഞാൻ ജസ്റ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റി പറഞ്ഞ സമയത്ത് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ പറ്റി ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഏബിൾ ടു റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആർ ടേംഡ് ആസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് ദ ഫിനോമിന ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ എക്സ്റ്റെന്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കോൾഡ് എ polarimeter and the molecules which rotate plain polarized light towards the right are termed as dextrorotatory and those which rotate to the left are termed as levorotatory. ഇത്രയും സംഭവങ്ങൾ എഴുതി വെക്കണം. എന്നൊരു എക്സാമ്പിൾ വേണമെങ്കിൽ എക്സാമ്പിൾസ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. ഈ ഡി ഗ്ലൂക്കോസ്, എൽ ലാക്റ്റിക് ആസിഡ്, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് എക്സാമ്പിൾസ്. അത് അന്നേരത്തേക്ക് എനാൻഷ്യോമേഴ്സ് പഠിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് ഡെഫിനേഷനും കൂടാതെ റൈറ്റിലേക്ക് പോയാൽ ഡെക്സ്ട്രോയും ലെഫ്റ്റിലേക്ക് പോയാൽ ലീവോയും കൂടെ ചേർത്ത് എഴുതി വെച്ചാൽ മാത്രമേ നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു ആൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളും കൂടി എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സേഫായി. എന്നാൽ മാത്രമേ നമുക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് ഒരല്പം പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റിൻ്റെ ഫുൾ മാർക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ദെൻ ഇനി നമുക്കിവിടെ നോക്കാം. ഈ പറയുന്ന ഒപ്റ്റിക്കൽ ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു പൊളാരിമീറ്ററിൽ വെച്ച് നമ്മൾ അതിനെ മെഷർ ചെയ്യുകയാണെന്ന് വെച്ചോ. പൊളാരിമീറ്ററിൽ വെച്ച് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ റൊട്ടേഷൻ ആൽഫ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ് നമ്മുടെ മോളിക്യൂൾ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ആൽഫ എന്ന് പറഞ്ഞ മെഷർ. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ഡിപ്പെൻഡ്സ് അപ്പോൺ 5 ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഈ പറയുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മുടെ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നത് 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന്. നമ്പർ 1, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ലെങ്ത് ഓഫ് ദ സാമ്പിൾ ട്യൂബ്. നമ്മുടെ ഈ പൊളാരിമീറ്ററിലെ ട്യൂബിൻ്റെ ലെങ്ത്തിനനുസരിച്ചിരിക്കും. നമ്പർ 3, ലെങ്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ത്രൂ ദ സൊല്യൂഷൻ. നമ്മുടെ ലൈറ്റ് എന്തുമാത്രം നേരം ഈ സൊല്യൂഷൻ്റെ അകത്തൂടെ ട്രാവൽ ചെയ്തു. നമ്പർ 4, സോൾവെൻറ്റ് യൂസ്ഡ് ഫോർ ഡിസോൾവിങ് ദ സബ്സ്റ്റൻസ്. ആൻഡ് നമ്പർ 5, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഈ പറയുന്ന 5 കാര്യങ്ങളാണ് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പൊളാരിമീറ്ററിനകത്തുള്ള ഒരു ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷനെ, ഒരു മോളിക്യൂള് ലൈറ്റിനെ എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ച്വൽ റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന 5 പാരാമീറ്റേഴ്സിനെയാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. റൊട്ടേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന 5 പാരാമീറ്റേഴ്സിനാണ്. അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അത് എഴുതേണ്ടതാണ്. ദെൻ ദ സ്പെസിഫിക് റൊട്ടേഷൻ ആൽഫ ഡി. It is given by the equation alpha d is equal to observed rotation alpha. അതായത് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ പൊളാരിമീറ്ററിലൂടെ നോക്കുമ്പോൾ എത്ര ആംഗിളിൽ റൊട്ടേറ്റഡ് ആയി എന്നുള്ളത് നമുക്ക് കാണാം. ആ കാണുന്ന റൊട്ടേഷൻ്റെ ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഡി എന്ന് വെച്ചാൽ സ്പെസിഫിക് റൊട്ടേഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ പൊളാരിമീറ്ററിലേക്ക് വെച്ച് അത് എന്തുമാത്രം നമ്മുടെ ഈ പറയുന്ന മോളിക്യൂൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ ആൽഫ എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ആൽഫ ഡി മീൻസ് അത് സ്പെസിഫിക് റൊട്ടേഷൻ ആണ്. ആൽഫ ഡി സ്പെസിഫിക് റൊട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ ആണ് സംഭവം. ആൽഫ ഡി is equal to observed rotation divided by length of the polarimeter tube in decimeters into concentration of the substance in grams per ml, or simply alpha d20 that is equal to alpha divided by Cl, where C is the length, C is the concentration and L is the length of the polarimeter tube.
where 20 denotes the temperature of 20 degrees Celsius. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക, ഇവിടെ ആൽഫ ഡി എന്ന് പറയുന്നിടത്ത് ആൽഫ ഡി ആണ് നമ്മൾ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം താഴേക്ക് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. എനിവേ നമുക്ക് സ്പെസിഫിക് റൊട്ടേഷൻ്റെ ഇക്വേഷൻ നോക്കാം. ആൽഫ 20d ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ സി എൽ, വേർ ആൽഫ ഈ മുകളിൽ കാണുന്ന ആൽഫ, ഇത് ആൽഫ 20d എന്ന് വെച്ചാൽ ഒറ്റ ടേമാണ്. Alpha 20d means that is specific rotation at 20 degrees Celsius, and alpha is the observed rotation. ഈ മുകളിൽ ന്യൂമറേറ്ററിൽ കാണുന്ന alpha is the observed rotation. C is the concentration of the substance, and L is the length of the polarimeter tube in decimeter. For example, consider the specific rotation of sucrose at 20 degrees Celsius using sodium light is equal to 66.5 degrees Celsius. ഈ ഡി സൂചിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം ലൈറ്റ് ആണ്. സോഡിയം ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡി എന്ന് പറഞ്ഞ ലെറ്റർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ, സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് സുക്രോസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് യൂസിങ് സോഡിയം ലൈറ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 66.5 ഡിഗ്രി എന്നാണ് നമ്മൾ കാണുന്നത്, ഡിസോൾഡ് ഇൻ വാട്ടർ. ഇനി ഈ ഒരു എൻറ്റയർ ടേം നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആദ്യം ആൽഫ ഡി 20, ആൽഫ 20d മീൻസ് എന്താ? സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ദ ഗിവൺ മോളിക്യൂൾ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് യൂസിങ് സോഡിയം ലൈറ്റ് എന്നാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ടേം സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 66.5 ഡിഗ്രി. ഇവിടെ ബ്രാക്കറ്റിൽ ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ 4, optical rotation depends upon the solvent used for dissolving the substance എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഡി നമ്മൾ സോൾവെൻ്റ് അവിടെ മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 66.5 ഡിഗ്രി. പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോളിക്യൂൾ ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മോളിക്യൂൾ എന്ത് ചെയ്തു? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ആ സ്ഥാനത്ത് ഇവിടെ മൈനസ് 66.5 ഡിഗ്രി ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തേനെ, അല്ലെങ്കിൽ നമ്മളെ മോളിക്യൂളിനെ ലീവോ എന്ന് പറഞ്ഞേനെ. ആൻഡ് ഡി ഇൻഡിക്കേറ്റ്സ് ദ ഡി ലൈൻ ഓഫ് സോഡിയം ലൈറ്റ് ദറ്റ് ഈസ് 589 നാനോമീറ്റർ. ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, 589 നാനോമീറ്റർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോണോക്രോമാറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്നാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വേവ് ലെങ്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് നമുക്കിവിടെ നമ്മുടെ ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ്. ഇത് നമ്മൾ ഒന്നുകൂടി ഇക്വേഷൻ നോക്കുക. ഈ പറയുന്ന ഇക്വേഷനകത്ത് ഈ പറഞ്ഞ 5 പേരും വന്നിട്ടില്ല എന്ന്. ആദ്യം നമ്മുടെ ആൽഫ ഡി, നമ്മുടെ സ്പെസിഫിക് റൊട്ടേഷൻ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ സി എൽ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ആൽഫ ഡിവൈഡ് ബൈ സി എൽ, അതാണ് നമ്മുടെ സ്പെസിഫിക് റൊട്ടേഷൻ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നോക്കാം. ആദ്യത്തത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനും ലെങ്ത് ഓഫ് ദ സാമ്പിൾ ട്യൂബും ഈ ആൽഫയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ കോൺസെൻട്രേഷനും ലെങ്ത്തും ഇവിടെ ഉണ്ടല്ലോ. ദെൻ മൂന്നാമത്തെ ആള് ലെങ്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ത്രൂ ദ സൊല്യൂഷൻ, എൽ. ആ എൽ ഇവിടെ ഉണ്ട്. ദെൻ സോൾവെന്റ് യൂസ്ഡ് ഫോർ ഡിസോൾവിങ് ദ സബ്സ്റ്റൻസ്, അത് നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഡിസോൾഡ് ഇൻ വാട്ടർ എന്നും പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്, ഇവിടെ ഡി എന്ന് പറഞ്ഞ് ഈ കേസിൽ ഡി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താ? സോഡിയം ലൈറ്റിൻ്റെ 589 നാനോമീറ്റർ എന്ന് പറഞ്ഞ വേവ് ലെങ്തിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സംടൈംസ് കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ഇൻ ബ്രാക്കറ്റ്സ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ ഈ കേസിൽ ആൽഫ ഡി 20 ഈസ് ഈക്വൽ ടു പ്ലസ് 66.5 ഡിഗ്രി, വേർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 0.01 grams per ml വാട്ടർ. എന്ന് വെച്ചാൽ സ്പെസിഫിക് റൊട്ടേഷൻ at 20 degrees Celsius, and provided that its wavelength used is 589 nanometer, that is equal to 66.5 degree, and the concentration of the given substance is equal to 0.01 grams per ml, and the solvent used is water. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു റെപ്രസെൻറ്റേഷൻ ആണിത്. ദെൻ മോളിക്കുലർ റൊട്ടേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് സ്പെസിഫിക് റൊട്ടേഷൻ ആൻഡ് മോളിക്കുലർ മാസ് ആൻഡ് ദെൻ ഡിവൈഡിങ് ഇറ്റ് ബൈ 100. ഇത് മോളിക്കുലർ റൊട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ആ ബുക്കിൽ കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. മോളിക്കുലർ റൊട്ടേഷൻ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം? മോളിക്കുലർ റൊട്ടേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ
മൾട്ടിപ്ലൈയിങ് സ്പെസിഫിക് റൊട്ടേഷൻ ദ ആൽഫ D20 ഇൻറ്റു മോളിക്കുലർ മാസ്, നമ്മുടെ മോളിക്കുലർ മാസ് എന്താണോ ദെൻ ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതാണ് മോളിക്കുലർ റൊട്ടേഷൻ. അപ്പോൾ ആ ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. മോളിക്കുലർ റൊട്ടേഷൻ ടേം, അതേപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞ ടേം, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആൽഫ എന്ന് പറഞ്ഞ ടേം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഒപ്റ്റിക്കൽ റൊട്ടേഷനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന്. ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് കയറുകയാണ്, എനാൻഷോമോസിലേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ വിസിബിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ, പ്രസൻറ്റേഷൻ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമുക്ക് വരുന്ന ടോപ്പിക്കാണ് എനാൻഷോമോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് എനാൻഷോമോസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എനാൻഷോമോസ് നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാലും അത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. എനാൻഷോമോസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം ഒരുപാട് പഠിച്ചൊരു കാര്യമായതുകൊണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം എനാൻഷോമോസ് എന്താണെന്ന്. Molecules with the same molecular formula and properties, molecules with the same molecular formula and properties and are non-superimposable mirror images of each other, which differ only in their optical rotation, as are termed as enantiomers. അതായത് സെയിം മോളിക്കുലർ ഫോർമുലയുള്ള, സെയിം പ്രോപ്പർട്ടീസ് ഉള്ള മിറർ ഇമേജസ് ആയിട്ടുള്ള, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവരെയാണ് നമ്മൾ എനാൻഷോമേഴ്സ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ആ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക. എന്താണ് എനാൻഷോമേഴ്സ് എന്നുള്ള ഡെഫിനേഷൻ പ്രത്യേകം ഓർത്ത് വെക്കുക. അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എനാൻഷോമേഴ്സ് മിക്കപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്. ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു ഫീൽഡാണ് എനാൻഷോമേഴ്സ് എന്ന് പറയുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. That is, molecules with the same molecular formula and properties and are non-superimposable mirror images of each other, which differ only in their optical rotation, are termed as enantiomers. They are stereoisomers. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. They are stereoisomers since they bear the relationship of an object and its mirror image. ഈ എനാൻഷോമേഴ്സിൻ്റെ കേസിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനാൻഷോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ രണ്ട് എനാൻഷോമേഴ്സ് എടുക്കുകയാണെങ്കിൽ, എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് എനാൻഷോമേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം മിറർ ഇമേജസ് ആയിരിക്കും. എയുടെ മിറർ ഇമേജ് ആയിരിക്കും ബി, ബിയുടെ മിറർ ഇമേജ് ആയിരിക്കും എ. പക്ഷേ ഉള്ള കുഴപ്പം, ഈ എയും ബിയും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. അതായത് അവന്മാർക്ക് നമ്മുടെ കൈയുടെ കാര്യം പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ മുകളിൽ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞ പോലെ ഇവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും. ഇവർ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അവർ എനാൻഷോമേഴ്സ് ആവില്ല. Since they are stereoisomers, since they bear the relationship of an object and its mirror image, the isomer which rotates plane polarized light to the right is termed as dextro, and the one which rotates to the left is termed as levo. ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലായി നിങ്ങൾ ഡെക്സ്ട്രോയും ലീവോയും കേൾക്കുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡെക്സ്ട്രോ എന്ന് ലീവോ എന്നും കണ്ടു കഴിഞ്ഞാൽ പറയാതെ അങ്ങ് പോവുകയുള്ളൂ, കാരണം നിങ്ങൾ ഒരുപാട് കേട്ടതാണല്ലോ. For molecules to be enantiomers, they must possess a chiral center. Achiral molecules which are superimposable mirror images of each other do not show enantiomerism. ഇതിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഒരു മോളിക്യൂളിന് ഒരു കൈറാൽ സെൻറ്റർ ഉണ്ടെങ്കിൽ അത് എനാൻഷ്യമർ ആകും. ഉറപ്പൊന്നുമില്ല, കൈറാൽ സെൻറ്റർ ഇല്ലാത്ത ആൾക്കാരും എനാൻഷ്യമറായിട്ട് വരാറുണ്ട്. ആൻഡ് ഓൾസോ അക്കൈറാൽ മോളിക്യൂൾസ് വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ഡു നോട്ട് ഷോ എനാൻഷ്യമറിസം. അത് ഞാൻ അങ്ങനെ ആ വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന് എഴുതാനുള്ളൊരു കാരണം, നമുക്കറിയാലോ എനാൻഷോമേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കണം എനാൻഷോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. മോളിക്യൂൾ കൈറാലോ എന്തെങ്കിലും ആവട്ടെ, ബട്ട് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെങ്കിൽ മാത്രമേ അത് എനാൻഷോമേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അക്കൈറാൽ മോളിക്യൂൾസ് വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം, ഒരു മോളിക്യൂൾ അക്കൈറാൽ ആയതുകൊണ്ട്
അത് എനാൻഷോമറിസം കാണിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അക്കൈറാലായിട്ടുള്ള ചില മോളിക്യൂൾസും എനാൻഷോമറിസം കാണിക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിട്ടുള്ള ഒരു മോളിക്യൂളും എനാൻഷോമേഴ്സ് അല്ല. എനാൻഷോമേഴ്സിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആവാൻ സാധിക്കില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ പറയുന്ന എനാൻഷോമറിസത്തിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പുറകെ വരാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഫിഗർ കാണിച്ചു തരാം. നിങ്ങളിവിടെ ഈ ഒരു മോളിക്യൂൾ നോക്കുക. ഇതൊരു കൈറാൽ മോളിക്യൂളാണ്. ഇത് കൈറാൽ മോളിക്യൂളാണെന്ന് പറയാൻ കാരണം എന്താ? ഇതിനകത്ത് എന്തുണ്ട്? ഒരു അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ ഒരു കൈറാൽ കാർബൺ ഉണ്ട്. ഈ നടുക്ക് കാണുന്നയാൾ കൈറാൽ കാർബണാണ്. കാരണം അയാൾക്ക് മുകളിലേക്ക് ബ്രോമിൻ, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ്, താഴേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇങ്ങോട്ടൊരു ഹൈഡ്രജൻ. So he is bonded to 4 different atoms. So it is a chiral center or it is an asymmetric carbon. ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ കണ്ണാടി വയ്ക്കുകയാണെങ്കിൽ ബ്രോമിൻ ഇരിക്കുന്നിടത്ത് തന്നെ ബ്രോമിൻ ഇരിക്കും. ഈ CH3 CH2 ഗ്രൂപ്പ് റൈറ്റിലേക്ക് പോകും, ഈ ഗ്രൂപ്പുകൾ ലെഫ്റ്റിലേക്ക് പോകും. സോ വി ഗെറ്റ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഇവന്മാർ രണ്ടുപേരും നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ് ആൻഡ് ദേ ആർ എനാൻഷോമേഴ്സ്. ആ സ്ഥാനത്ത് ഇവിടേക്ക് പോവുക. ഇവിടേക്ക് പോകുന്ന സമയത്ത് ഇതൊരു അഖൈറാൽ മോളിക്യൂളാണ്. ഇതൊരു കാരണം എന്താ? ഇവിടെ ഒരു അസിമെട്രിക് കാർബൺ ഇല്ല. ഈ കാർബണിന് മുകളിൽ ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ബ്രോമിൻ, പിന്നെ ഈ രണ്ടും എന്താണ്? CH3 ഗ്രൂപ്പ് തന്നെയാണ്. സോ ഇതൊരു അസിമെട്രിക് സെൻറ്റർ അല്ല. ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താൽ ഒരു കുഴപ്പം, ഇതൊരു സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ആൻഡ് ദേ ആർ ഐഡന്റിക്കൽ മോളിക്യൂൾസ് ആൻഡ് ദേ ആർ നോട്ട് എനാൻഷോമേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എനാൻഷോമേറും എനാൻഷോമേഴ്സ് അല്ലാത്ത മോളിക്യൂൾസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നൗ എവിഡന്റ് ദാറ്റ് അസിമെട്രിക് കാർബൺ ഓർ കൈറാൽ കാർബൺ ഈസ് എസെൻഷ്യൽ ഫോർ എനാൻഷോമേഴ്സം. താഴേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എനിവേ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു എനാൻഷോമർ ആവണമെങ്കിൽ അസിമെട്രിക് കാർബൺ ഉണ്ടാവുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ്. നമുക്കത് പെട്ടെന്ന് പറയാൻ സാധിക്കും എനാൻഷോമർ ആണോ അല്ലയോ എന്ന്. പക്ഷേ അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിലും എനാൻഷോമറിസം കാണിക്കാത്ത ആൾക്കാരുണ്ട്. അതേപോലെ അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിലും അസിമെട്രിക് കാർബൺ ഇല്ലെങ്കിലും എനാൻഷോമറിസം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ലൈൻ, ഇറ്റ് ഈസ് നൗ എവിഡന്റ് ദാറ്റ് അസിമെട്രിക് കാർബൺ ഓർ കൈറാൽ കാർബൺ ഈസ് എസെൻഷ്യൽ ഫോർ എനാൻഷോമറിസം. അവിടെ ഞാൻ എസെൻഷ്യൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാൻഡേറ്ററി എന്നുള്ള വാക്കല്ല. മാൻഡേറ്ററി മീൻസ് അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ നമ്മുടെ മോളിക്യൂൾ എനാൻഷോമറിസം കാണിച്ചേക്കാം. പക്ഷേ ഈ പറയുന്ന അസിമെട്രിക് കാർബൺ ഉണ്ടായിട്ടും ഇത് എനാൻഷോമറിസം കാണിക്കാത്ത മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും എനാൻഷോമറിസം കാണിക്കുന്ന മോളിക്യൂൾസും ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. താഴെ കൊടുത്തിട്ടുണ്ട്, സം മോളിക്യൂൾസ് ലൈക്ക് മീസോടാർട്ടാറിക് ആസിഡ് contain a chiral center but still do not show enantiomerism. അത് നോട്ട് ചെയ്ത് വെക്കുക. മീസോടാർട്ടാറിക് ആസിഡിന് ഈ പറഞ്ഞ കൈറാൽ സെൻറ്റർ ഉണ്ട്, അസിമെട്രിക് കാർബൺ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല? എനാൻഷോമറിസം കാണിക്കുന്നില്ല. ഓൾസോ സം കോമ്പൗണ്ട്സ് ലൈക്ക് അലീൻസ്, പൈറൈൻസ്, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസ് എക്സെട്ര കണ്ടെയ്ൻ നോ കൈറാൽ കാർബൺ ബട്ട് ദേ ഷോ എനാൻഷോമറിസം. അതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളാണ്. മീസോടാർട്ടാറിക് ആസിഡിന് ഈ പറയുന്ന കൈറാൽ സെൻറ്റർ ഉണ്ട്, പക്ഷേ പുള്ളിക്ക് എനാൻഷോമറിസം ഇല്ല. ആ സ്ഥാനത്ത് ചില അല്ലീൻസും പൈറൈൻസും ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസിലൊന്നും ഈ പറയുന്ന കൈറാൽ സെൻറ്ററോ അല്ലെങ്കിൽ അസിമെട്രിക് കാർബണോ ഒന്നും ഇല്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? എനാൻഷോമറിസം കാണിക്കുന്നുണ്ട്. In fact, the presence of chiral carbon is not the utmost requirement for a molecule to be chiral. It is, in fact, molecular dissymmetry which is necessary condition for chirality. അത് നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ പറയുന്ന അസിമെട്രിക് കാർബണിൻ്റെ പ്രസൻസ് ഒരു മോളിക്യൂൾ കൈറാലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു അസിമെട്രിക് കാർബൺ ഉണ്ടെന്ന് വെച്ചിട്ട് മോളിക്യൂൾ കൈറാലാകാതിരിക്കാം. അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ മോളിക്യുലർ ഡിസിമെട്രി, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സിമെട്രി, മോളിക്യുലർ ഡിസിമെട്രി ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ കൈറാലിറ്റി. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മോളിക്യുലർ ഡിസിമെട്രിയാണ്. അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, മോളിക്യുലർ ഡിസിമെട്രിയാണ് ഈ പറയുന്ന കൈറാലിറ്റിയുടെ അറ്റ്മോസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സുപ്രീം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ മോളിക്യുലർ ഡിസിമെട്രി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മീസോടാർട്ടാറിക് ആസിഡ് ഈ പറയുന്ന ഈ എനാൻഷോമറിസം കാണിക്കാത്തത്.
അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മീസോ ടാർട്ടാറിക് ആസിഡിന് ഒരു സിമ്മട്രി ഉണ്ട്. സിമ്മട്രി ഉള്ള മോളിക്യൂൾസിന് എനാൻഷോമറിസം കാണിക്കാൻ പറ്റില്ല. സിമ്മട്രി ഇല്ലാത്തവൻ, അതായത് ഡിസിമെട്രിക് ആയിട്ടുള്ളവന് മാത്രമേ കൈറാലാകാനും അതുവഴി എനാൻഷോമറിസം കാണിക്കാനും പറ്റുള്ളൂ. ഞാൻ ഈ കൈറാൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൈറാൽ കാർബൺ എന്ന് വരരുത്. കൈറാൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൈറാൽ കാർബൺ എന്ന് വരരുത്. കൈറാൽ കാർബൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 4 വ്യത്യസ്ത ആറ്റംസ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ ആറ്റത്തെയാണ്. ചുരുക്കി പറഞ്ഞ അസിമെട്രിക് കാർബണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈറാൽ കാർബൺ എന്ന് പറയുന്നത്. ഞാൻ ഇനി മുൻപോട്ട് പോകുന്ന സമയത്ത് ഇനി കൈറാൽ കാർബൺ എന്നുള്ള ടേം ഉപയോഗിക്കുന്നില്ല. ഞാൻ പകരം അസിമെട്രിക് കാർബൺ എന്നേ പറയുന്നുള്ളൂ. കൈറാലിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഓഫ് മിറർ ഇമേജസ്. അതാണ് കൈറാലിറ്റി എന്ന് പറയുന്നത്. മോളിക്യൂൾ കൈറാൽ ആവണമെങ്കിൽ എന്ത് വേണം? മോളിക്യുലർ ഡിസിമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ കൈറാൽ ആവുള്ളൂ. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് അല്ലീൻസ്, പൈറൈൻസ് ആൻഡ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസ്, ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കൈറാൽ സെൻറ്റർ ഇല്ലാഞ്ഞിട്ടും ഇവരൊക്കെ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അവർ എനാൻഷോമറിസം കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കേസിൽ, ഈ പറയുന്ന അല്ലീൻസിൻ്റെയും പൈറൈൻസിൻ്റെയും അതേപോലെ ബൈഫിനൈൽസിൻ്റെ ഒക്കെ കേസിൽ ബൾക്കി ഗ്രൂപ്പ്സ് ഹിൻഡർ ദ റൊട്ടേഷൻ ഓൺ ദെയർ ആക്സിസ് സോ ദ മോളിക്യൂൾ ഷോ ഡിസിമെട്രി. ഇവരുടെ കേസിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ ഹിൻഡേർഡ് ആണ്. മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ ഹിൻഡേർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ മോളിക്യൂൾ ഡിസിമെട്രിക് ആവുന്നു. അവിടെ സിമെട്രി ഇല്ല. സിമെട്രി ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മോളിക്യൂൾ കൈറാലാകുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലീൻസും സ്പൈറൈൻസും അതേപോലെ തന്നെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസും അതുപോലെയുള്ള ബൾക്കിയർ ഗ്രൂപ്പ്സ് ഉള്ള മോളിക്യൂൾസും അവർക്ക് കൈറാൽ സെൻറ്റർ ഇല്ലെങ്കിലും, അവർക്കൊരു അസിമെട്രിക് കാർബൺ ഇല്ലെങ്കിലും അവർ കൈറാലിറ്റി കാണിക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവരുടെ ബൾക്കിയർ ഗ്രൂപ്പ്സ് ഈ റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് മോളിക്യൂളിൽ സിമെട്രി ഇല്ലാത്തതുകൊണ്ടാണ്. ആ സ്ഥാനത്ത് മീസോ ടാർട്ടാറിക് ആസിഡിൻ്റെ കേസിൽ അവർക്ക് ഈ പറയുന്ന ഓൾറെഡി കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ഉണ്ട്. അസിമെട്രിക് കാർബൺ ഓൾറെഡി പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അവർ എന്തായിരിക്കണമായിരുന്നു? ഈ പറഞ്ഞ എനാൻഷോമേഴ്സ് ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? അവർ എനാൻഷോമേഴ്സ് അല്ല. അതിൻ്റെ കാരണം ആ മോളിക്യൂളിന് ഒരു സിമെട്രി എലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ മോളിക്യൂളിൽ ഒരു സിമെട്രി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ശ്രദ്ധിക്കുക, അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിലും സിമെട്രി ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ അത് എനാൻഷോമറിസം കാണിക്കില്ല. ആ സ്ഥാനത്ത് അസിമെട്രിക് കാർബൺ ഇല്ലെങ്കിലും ബൾക്കിയർ ഗ്രൂപ്പ്സ് റൊട്ടേഷൻ ഹിൻഡർ ചെയ്യുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ അതിന് സിമെട്രി ഇല്ല എന്നുണ്ടെങ്കിൽ അത് എനാൻഷോമറിസം കാണിക്കുകയും ചെയ്യും. Okay, so we can conclude that the presence or absence of an asymmetric carbon in a molecule is no criterion for dissymmetry or chirality, even though most dissymmetric molecules contain a chiral center. ഈ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന കൈറാൽ സെൻറ്ററിൻ്റെ നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മിക്കവാറും ഈ പറയുന്ന കൈറാൽ സെൻറ്റർ കാണുന്ന മോളിക്യൂൾസ് ഡിസിമെട്രിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എനാൻഷോമറിസം കാണിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ കൈറാൽ സെൻറ്ററുള്ള എല്ലാ മോളിക്യൂളും ഡിസിമെട്രിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡിസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കാണിക്കുകയാണെങ്കിൽ എനാൻഷോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എനാൻഷോമേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഡെഫിനേഷൻ, ആദ്യത്തെ 2-3 പോയിന്റ് സിമ്പിളായിട്ടുള്ള നിങ്ങൾ ഇതുവരെ ഒരുപാട് വട്ടം പഠിച്ച കാര്യങ്ങളാണ്. എനാൻഷോമേഴ്സ് ആർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ ദ ഡയറക്ഷൻ ബൈ വിച്ച് ദേ റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. Then right rotator is called dextro, left is called levo. They are non-super impossible mirror images. ഇതൊക്കെ നമ്മൾ പഠിച്ച് വന്ന കാര്യങ്ങളാണ്. They have identical structure but differ in spatial arrangement of atoms. അവരുടെ സ്ട്രക്ചർ ഐഡൻറ്റിക്കൽ ആയിരിക്കും, പക്ഷെ അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസിലാണ് ആ ഒരു വ്യത്യാസം വരിക. ഈ ഒരു കേസ് എടുക്കുക, ഇവിടുത്തെ ഈ ഒരു കേസ് എടുത്താൽ മതി. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ സ്ട്രക്ചറാണ്. കാരണം എല്ലായിടത്തും എന്താ ഉള്ളത്? കാർബണിൻ്റെ മുകളിൽ ബ്രോമിൻ, CH3, CH2, CH3H, അത് തന്നെയാണ് ആ ഒരു മോളിക്യൂളാണ്. ഇതാണ് നമ്മുടെ ഒരു മോളിക്യൂൾ. ദെൻ ഇതാണ് അതിൻ്റെ എനാൻഷോമർ. ഈ എനാൻഷോമറിൻ്റെ പ്രത്യേകത എന്താ? ഈ പറയുന്ന CH3യുടെയും Hൻ്റെയും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ റൈറ്റിലേക്ക് ഇരിക്കുമ്പോഴോ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം വരാം, ഇതൊരു മിറർ ഇമേജ് അല്ലേ എന്ന്. സംഭവം ഈ മോളിക്യൂളിൻ്റെ മിറർ ഇമേജ് ആണ് ഇത്. പക്ഷേ ഇങ്ങനൊരു മോളിക്യൂൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചോ? ഇങ്ങനൊരു മോളിക്യൂൾ യഥാർത്ഥത്തിൽ എക്സിസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ആ മോളിക്യൂളും നമ്മുടെ ഈ ഗിവൺ മോളിക്യൂളും എന്തായിരിക്കും? എനാൻഷോമേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ചുമ്മാ ഒരു മോളിക്യൂൾ എടുത്തിട്ട്, ഒരു ഡിസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾ എടുത്തിട്ട് നമ്മളതുകൊണ്ട് മിററിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു മിറർ ഇമേജ് കിട്ടി. ഒരു മിനിറ്റ്,
നമുക്കൊരു മിറർ ഇമേജ് കിട്ടി. നമുക്കൊരു മിറർ ഇമേജ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു മിറർ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മോളിക്യൂൾ എനാൻഷ്യോമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ആ മോളിക്യൂൾ എനാൻഷ്യോമർ ആവണമെങ്കിൽ എന്താവണം? അതിൻ്റെ മിറർ ഇമേജ് എന്നും പറഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു ആക്ച്വൽ മോളിക്യൂൾ ആയിരിക്കണം. അങ്ങനെ ഒരു മോളിക്യൂൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. അങ്ങനെ ഒരു മോളിക്യൂൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ മോളിക്യൂളും നമ്മൾ എടുത്ത മോളിക്യൂളും എനാൻഷ്യോമേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവരുടെ പ്രത്യേകത, ഇവരുടെ സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ആറ്റംസിൻ്റെ ഓറിയൻറ്റേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. Then the presence of a chiral center is not mandatory to show enantiomerism, but the molecule should be dissymmetric. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. They differ only in their optical rotation. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എനാൻഷ്യോമേഴ്സിൻ്റെ പ്രത്യേകത അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷനിലാണ് ചേഞ്ച് വരുന്നത്. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. ഡെക്സ്ട്രോ റൊട്ടേറ്ററി മോളിക്യൂൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലീവോ റൊട്ടേറ്ററി മോളിക്യൂൾ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഡെക്സ്ട്രോ ഏത് എക്സ്റ്റെൻറ്റിലേക്കാണ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതേ എക്സ്റ്റെൻറ്റിലേക്കായിരിക്കും ലീവോ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പറയാൻ കാരണം, എനാൻഷ്യോമേഴ്സ് ഡിഫർ ഇൻ ദെയർ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുമ്പം ദേ ജസ്റ്റ് ഡിഫർ ഇൻ ദെയർ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അല്ലാതെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ വ്യത്യാസമില്ല. ഡെക്സ്ട്രോ റൊട്ടേറ്റ് ചെയ്യുന്നത് റൈറ്റിലേക്ക് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീവോ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം ആവപ്പാടെ. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് മാറുന്ന സമയത്ത് വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതിന് താഴെ കൊടുത്തിട്ടുണ്ട്, ഈവൻ ദോ എനാൻഷ്യോമേഴ്സ് റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ദേ ഡു ഇറ്റ് ഇൻ ദ സെയിം എമൗണ്ട്. ആൻഡ് ദേ ഹാവ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എക്സെട്ര. ഇവരുടെ കേസിൽ, ഈ എനാൻഷ്യോമേഴ്സിൻ്റെ കേസിൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നൊരു എനാൻഷ്യോമറിനെ എടുക്കുക. ലാക്റ്റിക് ആസിഡിൻ്റെ ഡി ഫോമും എൽ ഫോമും ഉണ്ട്, ഡെക്സ്ട്രോയും ലീവോയും ഉണ്ട്. ഇവർക്ക് രണ്ട് പേർക്കും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ മെൽറ്റിംഗ് പോയിന്റും ഒരേ ബോയിലിംഗ് പോയിന്റും ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ എനാൻഷ്യോമേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ, അങ്ങനത്തെ കുറേ പ്രോസസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നിങ്ങൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു കാണും. പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഐസോമേഴ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പോലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കണമെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിലേക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസിനെ നമുക്ക് ഒരിക്കലും ഈ മെത്തേഡ്സ് കൊണ്ട് ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ പറയുന്ന എനാൻഷ്യോമേഴ്സിൻ്റെ കേസിൽ നമ്മൾ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ സെയിം ആണെന്ന് പറഞ്ഞു. ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആണ്. ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആണ്, എക്സെപ്റ്റ് വെൻ ദ റിയേജൻറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. നമ്മൾ കൊടുക്കുന്ന റിയേജൻറ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതനുസരിച്ചാണ് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന റിയേജൻറ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. An optically active reagent may react with one enantiomer and leave the other behind. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. An optically active reagent may react with one enantiomer and leave the other enantiomer behind. അതായത് നമ്മളിപ്പോൾ ഒരു എനാൻഷ്യോമേഴ്സ് എടുക്കാമെന്ന് വെച്ചോ, ഒരു പെയർ ഓഫ് എനാൻഷ്യോമേഴ്സ് എടുക്കാമെന്ന് വെച്ചോ. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻറ്റ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള റിയേജൻ്റ് ആണെങ്കിൽ ആ എനാൻഷ്യോമറിൻ്റെ രണ്ട് പേരുടെയും റിയാക്ഷൻ്റെ റേറ്റ് സെയിം തന്നെയായിരിക്കും. ഡെക്സ്ട്രോയും ലീവോയും ഒരേപോലെ റിയാക്ട് ചെയ്യും. ആ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻറ്റ് ഈ പറയുന്ന പോലെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിലാണ് ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളത്. ദെൻ enzyme substrate reactions may be stereospecific. That is, only one isomer of a substrate may respond to the action of an optically active enzyme. അതായത് നമ്മുടെ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ്റെ കേസ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് താഴത്തെ ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ പ്ലസ് എയും മൈനസ് എയും, എ എന്ന് പറയുന്നത് ഒരു എനാൻഷ്യോമറാണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ്. പ്ലസ് എ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള എനാൻഷ്യോമറാണ്. മൈനസ് എ എന്ന് വെച്ചാൽ അതിൻ്റെ ലീവോ റൊട്ടേറ്ററി ആയിട്ടുള്ള എനാൻഷ്യോമറാണ്. നമ്മളൊരു റിയേജൻറ്റ് ബി നമ്മൾ ആഡ് ചെയ്തു. ഈ ബിയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള റിയേജൻറ്റ് നമ്മൾ അങ്ങ് ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ,
എനാൻഷോമേഴ്സിന് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള റിയേജന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് റിയേജന്റിന് രണ്ട് എനാൻഷോമേഴ്സിൻ്റെ അടുത്തും ഒരേ റിയാക്ടിവിറ്റി ആയിരിക്കും. Then the transition state formed by the reaction of both enantiomers with B will be having the same energy since B is optically inactive. Therefore, ഈ പ്ലസ് എ ആണെങ്കിലും മൈനസ് എ ആണെങ്കിലും ബി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് തരും. ഓൺ ദ അതർ ഹാൻഡ്, കൺസിഡർ ദ റിയേജന്റ് ടു ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. നമ്മൾ ഈ പറയുന്ന റിയേജന്റ് ആയിട്ടുള്ള ബി നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് പ്ലസ് ബി ആണ്. അതായത് ഡെക്സ്ട്രോ ഫോം ഓഫ് റിയേജന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെക്സ്ട്രോ എ ആയിട്ടും ലീവോ എ ആയിട്ടും റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റുകളുടെ എനർജി ഡിഫറൻ്റ് ആയിരിക്കും. Therefore, the rate of the reaction will be different for plus A and minus A. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബി എന്ന് പറയുന്നയാൾ ഡെക്സ്ട്രോ ആയിട്ട് വരുമ്പോൾ നമ്മുടെ എനാൻഷോമേഴ്സിൽ ഡെക്സ്ട്രോയും ലീവോയും ഉണ്ടാവും. ഈ രണ്ട് പേരായിട്ടുള്ള ഇവൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇയാൾ പ്ലസ് ആണെന്ന് വെച്ചിട്ട് ഇവിടെ പ്ലസിനോട് തന്നെ കമ്പൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഈ രണ്ട് പേരായിട്ട് രണ്ട് റിയാക്ഷൻ റേറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? രണ്ട് വ്യത്യസ്ത റിയാക്ഷൻ റേറ്റിലാണ് റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുക. ആ സ്ഥാനത്ത് ബി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരുന്നെങ്കിൽ സെയിം റിയാക്ഷൻ റേറ്റിൽ അങ്ങ് പ്രൊസീഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എനാൻഷിയോമേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. അതിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻസ് എടുക്കുമ്പോൾ എൻസൈംസും മിക്കവാറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, സബ്സ്ട്രേറ്റും മിക്കവാറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഈ എൻസൈമും സബ്സ്ട്രേറ്റും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഈ പറയുന്ന അവരുടെ എനാൻഷിയോമേഴ്സ് ഒരു ഗിവൺ സബ്സ്ട്രേറ്റിൻ്റെ ഒരു ഗിവൺ എനാൻഷിയോമർ ആയിരിക്കും മിക്കവാറും റിയാക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ തൊട്ട് മുകളിൽ സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു റിയേജൻറ്റ്, അതായത് നമ്മുടെ റിയേജൻ്റ് ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. ഈ പറയുന്ന സബ്സ്ട്രേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമർ ആയിരിക്കും നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എൻസൈമിന് പ്ലസും മൈനസും ഫോംസ് ഉണ്ടെന്ന് വെച്ചോ, നമ്മുടെ സബ്സ്ട്രേറ്റിനും പ്ലസും മൈനസും ഫോംസ് ഉണ്ടെന്ന് വെച്ചോ. അതിനകത്തെ പ്ലസ് ഫോം ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് എൻസൈമായിട്ട് കമ്പൈൻ ചെയ്തത്, മൈനസ് ഫോം കമ്പൈൻ ചെയ്യില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി മൈനസ് ഫോം പോയിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അന്നേരം വരുന്ന ബയോളജിക്കൽ ഇഫക്റ്റ് ഒരു പക്ഷേ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് എനാൻഷിയോമേഴ്സ് മേ ഹാവ് ഡിഫറെൻറ്റ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി അടുത്തത് വരുന്ന ടോപ്പിക്കാണ് റെസിമിക് മിക്സ്ചർ. ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട ടോപ്പിക്കാണ് റെസിമിക് മിക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിമിക് മിക്സ്ചറിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആൻ ഈക്വൽ മിക്സ്ചർ ഓഫ് എനാൻഷിയോമേഴ്സ് ഇസ് കോൾഡ് എ റെസിമിക് മിക്സ്ചർ. ആൻ ഈക്വൽ മിക്സ്ചർ ഓഫ് എനാൻഷിയോമേഴ്സ് ഇസ് കോൾഡ് എ റെസിമിക് മിക്സ്ചർ. അതായത് ഡെക്സ്ട്രോയും ലീവോയുമായിട്ടുള്ള എനാൻഷിയോമേഴ്സിനെ നമ്മൾ ഈക്വൽ എമൗണ്ടിൽ എടുത്താൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് റെസിമിക് മിക്സ്ചർ എന്ന് വെച്ചാൽ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ലാക്റ്റിക് ആസിഡ് തന്നെ എടുക്കുക. നമ്മുടെ സ്ഥിരം ആദ്യം നമ്മൾ പഠിച്ച എക്സാമ്പിളാണ്, നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ്. ലാക്റ്റിക് ആസിഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന് ഡി ലാക്റ്റിക് ആസിഡും ഉണ്ട്, എൽ ലാക്റ്റിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡി ലാക്റ്റിക് ആസിഡിനെയും എൽ ലാക്റ്റിക് ആസിഡിനെയും ഈക്വൽ എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ആ മിക്സ്ചറിന് നമ്മളെന്ന പേരാണ് റെസിമിക് മിക്സ്ചർ. ആൻഡ് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഹിയർ ദ റൊട്ടേഷൻ കോസ്ഡ് ബൈ വൺ മോളിക്യൂൾ ഈസ് ക്യാൻസൽഡ് ബൈ ദ റൊട്ടേഷൻ ഓഫ് ദ അതർ. അതായത് ഈ ഡെക്സ്ട്രോ എന്ത് ചെയ്യും? റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ. ലീവോ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. എന്ന് മാത്രമല്ല എനാൻഷിയോമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞായിരുന്നു, ഡെക്സ്ട്രോയും ലീവോയും അവർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനെ വ്യത്യാസമുള്ളൂ, ദേ റൊട്ടേറ്റ് ഇൻ ദ സെയിം എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, ഈ ഡെക്സ്ട്രോയും ലീവോയും കൂടി ഒരുമിച്ചെടുത്തുള്ള കുഴപ്പം എന്താ? ഇവന്മാർ നേരെ ഈ പറഞ്ഞ ഡെക്സ്ട്രോ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എമൗണ്ടിൽ ലീവോ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ലാസ്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് എന്തുണ്ടാവില്ല? റൊട്ടേഷൻ ഉണ്ടാവില്ല. ദെയർഫോർ ദ മോളിക്യൂൾ വിൽ ബി ദ മിക്സ്ചർ വിൽ ബി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തെ ഒരു വടംവലിയുടെ കേസ് എടുത്താൽ മതി. ഒരു വടം വലിക്കുന്ന സമയത്ത് രണ്ട് ഓപ്പോണൻസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പവർ സെയിം ആണെന്നുണ്ടെങ്കിൽ സംഭവം വടം എന്ത് ചെയ്യും? ആ കൃത്യം നടുക്കൽ നിൽക്കും, അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. അതേ കേസാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡെക്സ്ട്രോയും ലീവോയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവായി പോകുന്നത്.
And this phenomenon by which the optical activity of one enantiomer is cancelled by equal and opposite rotation of the other enantiomer in a racemic mixture is called external compensation. Note the point. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റേണൽ കോമ്പൻസേഷൻ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എക്സ്റ്റേണൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇന്റേണൽ കോമ്പൻസേഷനും പഠിക്കാനുണ്ട്. തൽക്കാലത്തേക്ക് റെസിമിക് മിക്സ്ചർ പഠിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ കോമ്പൻസേഷനെ പഠിക്കാനുള്ളൂ. ഇന്റേണൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വേറെ മീസോ ടാറ്റാറിക് ആസിഡ് ഒക്കെ വരുന്ന സമയത്ത്, മീസോ ഫോംസ് വരുന്ന സമയത്ത് അവിടെ പഠിക്കാനുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് എക്സ്റ്റേണൽ കോമ്പൻസേഷൻ എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ദ ഫിനോമിനൻ ബൈ വിച്ച് ദ ഒപ്റ്റിക്കലി activity of one enantiomer is cancelled by equal and opposite rotation of the other enantiomer in a racemic mixture is called external compensation. അതായത് ഡെക്സ്ട്രോയും ലീവോയുമായിട്ടുള്ള എനാൻഷോമേഴ്സ് എടുത്താൽ ഡെക്സ്ട്രോ റൈറ്റിലേക്കും ലീവോ ലെഫ്റ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ ഈ പറയുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ. ഇവന്മാർ രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു റെസിമിക് മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പം, റെസിമിക് മിക്സ്ചറിൽ ഡെക്സ്ട്രോ റൈറ്റിലേക്കും ലീവോ ലെഫ്റ്റിലേക്കും നമ്മുടെ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആക്ച്വലി എന്താണ്, ഈക്വൽ എമൗണ്ടിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് റൊട്ടേഷൻ ആയതുകൊണ്ട് അത് ക്യാൻസൽഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് വിൽ ബി ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. And racemic mixture is usually denoted by the symbol plus minus. കാരണം പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡെക്സ്ട്രോയെ റൊട്ടേറ്റ് ചെയ്യുന്നത്, മൈനസ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലീവോയെ റൊട്ടേറ്റ് ചെയ്യാറ്. അപ്പം റെസിമിക് മിക്സ്ചർ ആകുമ്പോൾ എന്ത് വരും, പ്ലസും മൈനസും കൂടി ഒരുമിച്ച് വരും. ആസ് ദ പ്രിഫിക്സ് ഏർലിയർ, ആസ് ദ പ്രിഫിക്സ് ആൻഡ് ഏർലിയർ നമുക്ക് ഈ പറയുന്ന DL വാസ് ഓൾസോ യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ പ്ലസ് മൈനസ് ലാക്റ്റിക് ആസിഡ്. ഈ പറയുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് എന്താ, റെസിമിക് മിക്സ്ചർ ഓഫ് ലാക്റ്റിക് ആസിഡ് എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെർമിനോളജി പ്രകാരം പ്ലസ് മൈനസ് സിമ്പിളാണ്, ഈ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കാറ് റെസിമിക് മിക്സ്ചർ കാണിക്കാൻ വേണ്ടി. പണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഈ DL എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ ഒരു എനാൻഷോമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എനാൻഷോമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന D സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഡെക്സ്ട്രോയെ റൊട്ടേറ്റ് ചെയ്യാം, L സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലീവോയെ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഡെക്സ്ട്രോയെ റൊട്ടേറ്റ് ചെയ്യാം, മൈനസ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലീവോയെ റൊട്ടേറ്റ് ചെയ്യാം. അതൊക്കെ മുകളിലെ പോയിന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം പ്രകാരം നമ്മൾ പ്ലസും മൈനസും സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്, ഡിയും എല്ലും അല്ല. ഡിയും എല്ലും പഴയ സിസ്റ്റംസ് ആയിരുന്നു, പ്ലസ് ഓർ മൈനസ് ആണ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ പ്ലസ് എന്നുള്ള പ്രിഫിക്സ് കൊടുക്കും, ലീവോ റൊട്ടേറ്ററി ആണെങ്കിൽ മൈനസ് എന്നുള്ള പ്രിഫിക്സ് കൊടുക്കും. ഈ പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് സംതിങ് കമ്മിങ് ബിഫോർ ദ മോളിക്യൂൾ, ബിഫോർ ദ ടേം. ഉദാഹരണത്തിന് പ്രിഫിക്സ് ഇതായിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ടേമിന്റെ മുൻപാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി സഫിക്സ് എന്ന് പറഞ്ഞ വേറെ സംഭവമുണ്ട്. സഫിക്സ് ആണ് വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ലാക്റ്റിക് ആസിഡ് എന്നുള്ള എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ ആയിരിക്കും സിമ്പിൾ വരിക, സഫിക്സ് ആയിരുന്നെങ്കിൽ. പക്ഷെ നമ്മളിവിടെ പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്. Okay. If a chiral compound is synthesized from achiral reagents, the product is always a racemic mixture. Note ചെയ്ത് വെക്കുക. If a chiral compound is synthesized from achiral reactants, the product is always a racemic mixture. അതായത് അക്കൈറൽ ആയിട്ടുള്ള മോളിക്യൂൾസിൽ നിന്ന്, റിയേജൻസിൽ നിന്ന് നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിനെ, കൈറൽ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the resulting product will always be a racemic mixture. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. കാരണം റെസിമിക് മിക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ദെൻ കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ആൽഫ ബ്രോമോ പ്രൊപ്പിയോണിക് ആസിഡ് ഫ്രം പ്രൊപ്പിയോണിക് ആസിഡ്. നമുക്കത് നോക്കാം. ആൽഫ ബ്രോമോ പ്രൊപ്പിയോണിക് ആസിഡിന്റെ ഒരു പ്രൊപ്പിയോണിക് ആസിഡിൽ നിന്നുള്ള ഒരു ഫോർമേഷൻ. ഇവിടെ നോക്കുക, ഇത് പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. കാരണം CH3COOH 3 കാർബൺ, CH3CH2COH ആണ് പ്രൊപ്പിയോണിക് ആസിഡ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു അക്കൈറൽ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. കാരണം എന്താ, ഈ നടുക്കത്തെ കാർബണിന്റെ മുകളിൽ രണ്ടും ഒരേ ഗ്രൂപ്പ് അല്ലേ, 2 ഹൈഡ്രജൻ വന്നില്ലേ. CH3 ഉണ്ട്, COH ഉണ്ട്, അതൊക്കെ. പക്ഷേ വേറെ 2 എണ്ണം ഒരേ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അസിമെട്രിക് കാർബൺ. ഒരു അസിമെട്രിക് കാർബൺ അല്ല, ദെയർഫോർ ദ മോളിക്യൂൾ ഈസ് നോട്ട് കൈറൽ. അല്ലെങ്കിൽ മോളിക്യൂൾ ഈ പറഞ്ഞ കൈറൽ കാർബൺ ഇല്ല. നമ്മൾ ഇതിലേക്ക് ബ്രോമിനേഷൻ നടത്തുന്നു. ഞാൻ ജസ്റ്റ് BR2 എന്ന് സൂചിപ്പിച്ച് ബ്രോമിനേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ബ്രോമിനേഷൻ നടത്തുന്നു. നമ്മൾ ബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന ഈ ഹൈഡ്രജനെ ബ്രോമിൻ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഹൈഡ്രജനെ ബ്രോമിന് റീപ്ലേസ് ചെയ്യാം. ബ്രോമിൻ ഈ റൈറ്റ് സൈഡിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ആ സ്ഥാനത്ത് ബ്രോമിൻ ലെഫ്റ്റ് സൈഡിലെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് എന്ത് കിട്ടും, ഇത് കിട്ടും. നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടും എന്താണ്,
മിറർ ഇമേജസ് ആണ്. ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ദാറ്റ് ഈസ് ആൽഫ ബ്രോമോ പ്രൊപ്പിയോണിക് ആസിഡ്, അത് കൈറാൽ മോളിക്യൂൾ ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അവർ അനാൻഷോമേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പറയുന്ന ഈ പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു അക്കൈറൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ. ആ മോളിക്യൂളിൽ നിന്ന് കൈറാലായിട്ടുള്ള ആൽഫ ബ്രോമോ പ്രൊപ്പിയോണിക് ആസിഡിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോംഡ് ഇൻ ഈക്വൽ എമൗണ്ട്. അതായത് രണ്ട് അനാൻഷോമേഴ്സും എന്തായിരിക്കും? ഈക്വൽ എമൗണ്ടിലാണ് ഫോം ചെയ്യുക. അതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ അല്ലാണ്ട് ഈ പറഞ്ഞ ബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു അനാൻഷോമർ ബൾക്കായിട്ടും ഈ ഒരു അനാൻഷോമർ മൈനർ പ്രൊഡക്റ്റ് ആയിട്ടും അല്ല ഫോം ചെയ്യുന്നത്. രണ്ടുപേരും ഈക്വൽ എമൗണ്ടിൽ ഫോം ചെയ്യും. ദെയർഫോർ യു വിൽ ഗെറ്റ് എ റെസിമിക് മിക്സ്ചർ. നമുക്കൊരു റെസിമിക് മിക്സ്ചറാണ് കിട്ടുക. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു പ്രോബ്ലം കൂടിയാണ്. അതായത് നമുക്ക് വേണ്ടത് ഈ പറയുന്ന എനാൻഷോമറിനെയാണെന്ന് കൂട്ടിക്കോ. ആദ്യത്തെ എനാൻഷോമറിനെയാണ് നമുക്ക് ആവശ്യം. ഇവനെ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. എനാൻഷോമറിനെ ആവശ്യം എന്ന് പറയുമ്പോൾ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അങ്ങനത്തെ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഈ റെസിമിക് മിക്സ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുകയില്ല. നമ്മളാണെങ്കിൽ ഒരു അക്കൈറാലായിട്ടുള്ള റിയേജൻറ്റിൽ നിന്ന് നമ്മൾ ഒരു റിയാക്ഷൻ വഴി നമ്മൾ കൈറാലായിട്ടുള്ള എനാൻഷോമേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾവേസ് ഫോംഡ് ഇൻ ഈക്വൽ എമൗണ്ട്. അതായത് അവന്മാർ എന്തായിട്ടേ ഫോം ചെയ്യുള്ളൂ? റെസിമിക് മിക്സ്ചറായിട്ടേ അവർ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രശ്നമായി, ഈ റെസിമിക് മിക്സ്ചറായിട്ട് അവന്മാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എനാൻഷോമറിനെ എങ്ങനെ വേർതിരിച്ചെടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷനോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനോ ഇതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്മാർക്ക് എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ എനാൻഷോമേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദ സെപ്പറേഷൻ ഓഫ് എ റെസിമിക് മിക്സ്ചർ ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് എനാൻഷോമേഴ്സ് ഇസ് ടേംഡ് ആസ് റെസല്യൂഷൻ. റെസല്യൂഷൻ എന്നാണ് നമ്മൾ ഈ പറയുന്ന എനാൻഷോമേഴ്സിന്റെ സെപ്പറേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര്. അതിനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. അന്നേരം നോക്കിയാൽ മതി, ഇപ്പം നോക്കണ്ട, ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഞാൻ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അക്കൈറാലായിട്ടുള്ള റിയേജന്റിൽ നിന്ന് കൈറാലായിട്ടുള്ള എനാൻഷോമേഴ്സ് ഫോം ചെയ്യുമ്പം ദേ വിൽ ഓൾവേസ് ബി ഫോംഡ് ഇൻ ഈക്വൽ എമൗണ്ട്. ദാറ്റ് മീൻസ് എ റെസിമിക് മിക്സ്ചർ വിൽ ബി ഫോംഡ്. ഈ റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള എനാൻഷോമറിനെ കിട്ടാൻ വേണ്ടി അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. റെസിമിക് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് റെസല്യൂഷൻ. കാരണം സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള ഈ മെത്തേഡ്സ് വഴി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസിമിക് മിക്സ്ചറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്കിവിടെ ഇന്നത്തെ ദിവസത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്.